ആകർഷിക്കുന്ന നോട്ടം. പൂർണ്ണ അനുകമ്പാർണവ ലഹരി, കാരുണ്യത്തിൻ്റെ മൃദുലഹരി, ഓളം തല്ലുന്നതായ കണ്ണ്. അതാണ് പൂർണ്ണാനുകമ്പ അർണവ മൃദുലഹരി. അപ്പോഴാണ് മനസ്സിലായത് ചഞ്ചല ഭ്രൂവിലാസൈ, ആ പുരിയ കുടികൾ ഇളകുന്നുണ്ട്. അപ്പോഴാണ് പട്ടരിപ്പാടിന് മനസ്സിലായത് അത് വിഗ്രഹം അല്ല, സാക്ഷാൽ ഭഗവാൻ തന്നെ വന്നേക്കണമെന്നുള്ളത്. കാരണം പുരിയും കൂടി ഇളകാൻ തുടങ്ങി. ഇളകണ സമയത്ത് ചോദിക്കണം എന്താ വേണ്ടേ പട്ടരിപ്പാടിന് ചോദിക്കുന്ന ഒരു മട്ടിലാണത്രേ ചഞ്ചല ഭ്രൂവിലാസൈ ആനീല സ്നിഗ്ധ പക്ഷമാവലി, ഇടതൂർന്ന കൺപീലികൾ. കണ്ണിന് ഏറ്റവും ഭംഗിയാണ് നല്ല കൺപീലികളുള്ളത്. അതുകൊണ്ട് അനീല സ്നിഗ്ധ പക്ഷമാവലി പരിലസിതം നേത്രയുഗ്മം വിഭോ തേ, അവിടുത്തെ തൃക്കണ്ണുകൾ അതിസുന്ദരമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. ഇനി പറയാൻ പോണത് കൃഷ്ണമണികൾ എത്ര സുന്ദരമായിരുന്നു ചോദിച്ചാൽ സാന്ദ്രച്ഛായം. ഒരു വ്യക്തിയുടെ സന്തോഷവും സങ്കടവും ക്ഷീണവും ഉത്സാഹവും എവിടെ നോക്കിയാൽ കാണാം? കണ്ണ് നോക്കിയാൽ കാണാം. ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോൾ കണ്ണ് പ്രകാശിക്കും, ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ കണ്ണൊന്നും മങ്ങും. കണ്ണ് പ്രതികരണശേഷി നല്ലോണം ഉള്ളതായ ഒരു അവയവമാണ്. ആ കണ്ണിനെ പറയണു സാന്ദ്രച്ഛായം, നല്ല പ്രകാശം മുറ്റി നിൽക്കുന്നതായ കണ്ണുകൾ, വിശാലം, നീണ്ട വലിയ അരുണകമലതലാകാരം, ചുവന്ന താമരപ്പൂവിൻ്റെ ഇടതൽ. ഇവിടെയാണ് നമുക്ക് സംശയം തോന്നുക, എങ്ങനെ ഈ ചുമന്ന താമരപ്പൂ എന്ന് പറയാൻ കാരണം? താമരപ്പൂത്തിൽ എന്തെന്ന് പറഞ്ഞാൽ പോലെ ചുവപ്പിൻ്റെ കാര്യം എന്താ പറയാൻ കാരണം ചോദിച്ചാൽ, തൊഴാൻ നിൽക്കുന്ന ഭക്തന്മാരുടെ അവരുടെ ആ ദുഃഖം കണ്ടിട്ട് കാരുണ്യം കൊണ്ട് പോകാൻ കണ്ണ് കുറച്ച് ചുമന്നിട്ടുണ്ടത്രേ. ആ കാരുണ്യം കൊണ്ട് അതുകൊണ്ട് പട്ടരിപ്പാട് എഴുതി ചേർത്തു അരുണകമലതലാകാരം ആമുക്തതാരം, ഉദിച്ചുയർന്ന നക്ഷത്രം പോലെ തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ കാണാനുണ്ട്. അതിന് എന്താ വരുന്നത്? കാരുണ്യ ആലോകലീല. വരുന്നവരൊക്കെ നോക്കുന്നുണ്ട് ഭഗവാൻ, നമ്മളെ നോക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആലോല കാരുണ്യാലോകലീല ശിശിരിത ഭുവനം, പ്രപഞ്ചത്തിനെ തൊഴുതു വന്ന ആർക്ക് എല്ലാവർക്കും ആശ്വാസം കിട്ടാറുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് അവിടെ ശിശിരിത ഭുവനം ക്ഷിപ്യതാം പറയാണ്, 100 ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഗുരുവായൂരപ്പ, ഇന്നെങ്കിലും എന്നെ മാത്രം നോക്കിയാൽ മതി എന്ന് പോരെ. ക്ഷിപ്യതാമയി അനാഥി, എനിക്കാരും ഇല്ല, അതുകൊണ്ട് എന്നെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ തലയാട്ടിയതരെ. എന്ത് പറഞ്ഞിട്ട്? തെറ്റാണ് പട്ടരിപ്പാട് പറഞ്ഞത്. എന്താ കാരണം? ഈ 5 ദിവസം നമ്മളിവിടെ ഇരുന്നു കൊണ്ട് നാരായണീയം വായിച്ചു, അർത്ഥം പറഞ്ഞു, പാട്ടൊക്കെ പാടി. ആര് കാരണമാണ്? അദ്ദേഹം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പട്ടരിപ്പാട് ചോദിക്കുകയാണ്, ഈ 100 ദിവസം നിങ്ങളിവിടെ വന്നിരുന്ന് ഈ ശ്ലോകങ്ങളൊക്കെ എഴുതി എനിക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് കാരണമാണ്? ഒരു വാക്ക് പറഞ്ഞ് അടുത്ത വാക്ക് വായിന്ന് പറഞ്ഞെങ്കിൽ ആര് വിചാരിക്കണം? അതുകൊണ്ട് പട്ടേരി അനാഥനല്ല. അങ്ങനെ വാക്ക് എൻ്റെ മുഖത്ത് നോക്കി പറയരുത്. ഗുരുവായൂരപ്പന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് അത്രേ ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് പറയരുത് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ നാണക്കേട് ആർക്കാം? ഒരിക്കലും പറയാൻ പാടില്ല അത്രേ. അത് പറഞ്ഞാൽ അത് ഇഷ്ടമല്ല ഗുരുവായൂരപ്പന്. എന്നെ ഓർക്കുന്നവർ ആരും അനാഥരല്ല. ഒരു പ്രാവശ്യമെങ്കിലും നാരായണോ ജപിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഓർത്ത് ജപിച്ചിട്ടുണ്ടെങ്കിൽ അവർ അനാഥരാവില്ല. അതുകൊണ്ട് പട്ടേരിപ്പാടെ നിങ്ങൾ അനാഥനല്ല എന്ന് പറഞ്ഞ് തലയിങ്ങനെ ആട്ടിയതേ നിഷേധഭാവത്തിൽ. അപ്പം ആട്ടിപ്പോൾ പട്ടേരിപ്പാടിൻ്റെ കവി മൂക്ക കണ്ടത്. ഇങ്ങനെ ആക്കുമ്പോൾ മൂക്ക് കാണുമല്ലോ, പൊങ്ങിയ മൂക്ക്, സുന്ദരമായ മൂക്ക്. ഉടനെ പറഞ്ഞു ഉത്തുംഗോല്ലാസിനാസം, ഉയർന്ന ശംഖുപുഷ്പം പോലെയുള്ളതായ സുന്ദരമായ നല്ല ഉയർന്ന മൂക്ക്. ഉത്തുംഗോല്ലാസിനാസം ഹരിമണി മുകുര പ്രോല്ലസൻ. ഹരിമണി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീലം, ഇന്ദ്രനീലക്കല്ലെന്ന ഹരിമണി മുകുരം എന്ന് പറഞ്ഞാൽ ആ മുകുരം എന്ന് പറഞ്ഞാൽ കണ്ണാടി പോലുള്ളതായ ആ കവിളുകളിൽ കാതിലുള്ളതായ കുണ്ടലങ്ങൾ ഇങ്ങനെ പ്രതിബിംബിച്ച് അതിങ്ങനെ ആടാൻ തുടങ്ങി. തലയിട്ട് ആടിയപ്പോൾ എന്തായി? ഈ കുണ്ടലങ്ങൾ ആടി തുടങ്ങിയപ്പോൾ ആ ആടുന്ന കുണ്ടലങ്ങൾ കണ്ണാടി പോലുള്ള ഭഗവാന്റെ കവിൾത്തടത്തിൽ പ്രതിഫലിച്ചു. എത്ര നല്ല കവിഭാവനയാണോ, എത്ര നല്ല കാഴ്ച എന്ന് ആലോചിച്ചോളൂ. അതാണ് ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുരപ്രോളസൽ ഗണ്ഡപാളി വ്യാലോലൽ കർണപാശാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം.
അവിടുത്തെ മകരകുണ്ടലങ്ങൾ, അവിടുത്തെ ആ കണ്ണാടി പോലുള്ളതായ ഇന്ദ്രനീലം പോലുള്ളതായ ആ നീല കണ്ണാടി പോലുള്ളതായ കവിളുകളിൽ പ്രതിബിംബിച്ച് കാണാൻ സാധിച്ചു ഭഗവാനെ എന്ന് പറയുകയാണ് ഇവിടെ. അത് കഴിഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ ഭഗവാന്റെ പരിഭവം പോയി. ആദ്യം കുറച്ച് പരിഭവം തോന്നി, അനാഥ എന്ന് വിളിച്ചപ്പോഴേ. അപ്പോൾ ഈ ശ്ലോകം കഴിഞ്ഞപ്പോൾ ചിരിച്ചു പതുക്കുകയാണ് പ്രസാദത്തോടിട്ട്. ആ ചിരിക്ക് പ്രത്യേകതയുണ്ട്. പല്ല് കുറച്ച് കാണാം, എന്നാൽ നല്ല സുഖമായ പൂഞ്ചിരി എന്ന് പറയില്ലേ, അതാണ് ഉന്മീല ദന്തപങ്ക്തി സ്ഫുര. ചെറിയ പല്ലുകൾ കാണാവുന്ന ഭാഗത്തിൽ അരുണതര ഛായ, നല്ല ചെന്തുണ്ടിപ്പഴം പോലുള്ള ചുണ്ടുകളാണ്. ഉന്മീല ദന്തപങ്ക്തി സ്ഫുര അരുണതര ഛായ ബിംബം. ബിംബം എന്ന് പറഞ്ഞാൽ ചെന്തുണ്ടിപ്പഴത്തിൻ്റെ പേരാണ് ബിംബം. ബിംബാധരം എന്ന് പറഞ്ഞാൽ അറിയാം, അധരം. അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഈ കൊച്ചരി പല്ലുകൾ കാണിച്ചുകൊണ്ടുള്ളതായ ചിരി അതിസുന്ദരമാണ്. നമുക്ക് ശ്ലോകത്തിൻ്റെ എത്ര ഡീപ്പായിട്ടാണ് പോണെന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഉന്മീല ദന്തപങ്ക്തി സ്ഫുര അരുണതരച്ചായ ബിംബ ആദരാന്ത. ആ ചിരിക്ക് പ്രത്യേകതയുണ്ട്. പ്രീതി പ്രസന്തി മന്ദസ്മിതം. അതിസുന്ദരമായ ആ ആനന്ദത്തോട് കൂടിയിട്ട്, നല്ല അനുഗ്രഹത്തോട് കൂടിയിട്ട്, സംതൃപ്തിയോട് കൂടിയിട്ട് അത് ചിരിക്കണേ ഭഗവാൻ. അല്ലാണ്ട് അതൃപ്തിയോടല്ല, അനുഗ്രഹത്തോടു കൂടി തന്നെ. പ്രീതി പ്രസന്തി മന്ദസ്മിതം മധുരതരം വക്രം ഉദ്ഭാസതാമി. ഈ ഒരു അവസ്ഥ എൻ്റെ ഉള്ളിൽ എന്നും തെളിഞ്ഞു കാണണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ സുന്ദരമായ ചിരി. അപ്പോഴാണ് പട്ടിണിപ്പാട്ടിന് തോന്നിയത്, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ ഓടക്കോയിൽ വേണുനാഥം ഒന്ന് കേട്ടാൽ കൊള്ളാന്നൊരു മുഖം. അപ്പോൾ വേണു കയ്യിലില്ല, ഈ നിൽക്കണല്ലോ. വേണു അരയിൽ തിരിയിരിക്കുക ഭഗവാൻ, വേണു കയ്യിലില്ല. അപ്പം വിചാരിച്ചു ഇത്രേ ആ വേണുഗാനം കേൾക്കാൻ വല്ല അവസരം ഉണ്ടോ എന്ന് പറഞ്ഞ് തീരണതിന് മുമ്പ് തന്നെ തൃക്കൈകളെ കൊണ്ട് ആ വേണു വലിച്ചെടുത്തു ഇത്രേ അരയെന്ന്. വലിച്ചെടുക്കുക മാത്രമല്ല, രണ്ട് കൈയും വച്ച് അതിൻ്റെ തുളയിൽ വിരലൊക്കെ വെച്ച് പതുക്കെ നോക്കുകയാണ് അതിൻ്റെ രാഗങ്ങളും കാര്യങ്ങളും. അതാണ് ബാഹുദ്വന്ദ്വേന രത്നോജ്വല വലയവൃത ശോണപാണി പ്രവാളേന. ശോണം എന്ന് പറഞ്ഞാൽ ചുവപ്പ്, ഉള്ളം കൈ നല്ല ചുവപ്പാതെ ഭഗവാന്റെ. ശോണപാണി പ്രവാളേന ഉപാത്താം വേണുനാളിം പ്രസൃത നഖ മയൂഹാങ്കുലി സംഘശാരാം. ഓരോ നഖത്തീന്നും നഹിന്ദുക്കളിൽ നിന്ന് വരുന്ന പ്രകാശം പോലെ ഭഗവാൻ ഓരോ നഖത്തീന്നും പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. നഹിന്ദു എന്നാ പറയുക. അങ്ങനെ ഓടക്കോഴിൽ എടുത്തപ്പോൾ പട്ടിണിപ്പാട്ട് വിചാരിച്ചു, ഇനി ഓടക്കോഴിൻ്റെ പ്രയോഗം ഉണ്ടാകുമോ, സംഗീതം പൊഴിക്കുമോ എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അതെടുത്ത് ചുണ്ടത്തേക്ക് വെച്ചു. ചുണ്ടത്തേക്ക് വെച്ച് ഭംഗിയായിട്ട് പിടിച്ചു. പറയാണ് കൃത്വാ വക്രാരവിന്ദേ. ആ ചുണ്ടത്തേക്ക് വെച്ച് സുമധുര. ഇവിടെ ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ മധുരതരം എന്നാണ് പറഞ്ഞത് ചിരിക്ക്. സംഗീതം വന്നപ്പോൾ ഭാഷ ഒന്ന് മാറ്റിയിട്ട് പറഞ്ഞു സുമധുരം. ഒരു സു കൂട്ടിയതിൻ്റെ കൂടെ സുമധുരം കൃത്വാ സുമധുര വികസൻ രാഗം ഉദ്ഭാവ്യമാനേ. വിവിധ തരത്തിലുള്ള രാഗങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. ശബ്ദ ബ്രഹ്മാമൃതസ്ത്വം. എന്തൊക്കെയാ പറഞ്ഞത്? ശബ്ദ ബ്രഹ്മ അമൃതം. അപ്പം ആ സംഗീതത്തിൻ്റെ മാധുര്യവും അതിൻ്റെ ആ എന്താ പറയുക ദിവ്യതയും പറയാൻ നിർത്തിയില്ല. അതുകൊണ്ട് ശബ്ദ ബ്രഹ്മാമൃതസ്ത്വം എന്ന് പറഞ്ഞിട്ട് ഈ ചെവി ഒന്ന് കാണിച്ചു കൊടുത്തു. ഇതേ ഈ ചെവിയിലേക്ക് ഒഴുകട്ടെ ഈ നാദം. എന്താ, എൻ്റെ ചെവി മഹാമോശമാണ്, കണ്ണി കണ്ട വരദൂഷ്ണു അത് കേട്ട് മോശമായ ചെവിയാണ് ഗുരുവായൂരപ്പ. എങ്ങനെയെങ്കിലും അവിടുത്തെ വേണുഗാനം കേട്ടിട്ടെങ്കിലും എൻ്റെ ചെവി ശിശിരിത ഭുവനൈ സിഞ്ചമേ കർണവീതിയും. എൻ്റെ ചെവികളെ ഒന്ന് ശുദ്ധീകരിച്ചോളൂ. ഭഗവാൻ എന്താ ചെയ്തേക്കണത്? ഓടക്കോൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഈ പാട്ടിന് പ്രത്യേകതയുണ്ട്. ഭാവം, രാഗം, താളം. ഇതാണ് സംഗീതം. ഭാവം ഉണ്ടാവണം, രാഗം ഉണ്ടാവണം,